എൻ്റെ അനുവാചകർക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. വിശുദ്ധ ബൈബിൾ ചരിത്രവുമായി വളരെ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന പുസ്തകമാണ്. എന്നാലൊരു കെട്ടുകഥാ പ്രാധാന്യമുള്ള പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി പതിറ്റാണ്ടുകളായി, ഒന്നുകൂടെ തുറന്നു പറഞ്ഞാൽ നൂറ്റാണ്ടുകളായി തന്നെ ധാരാളം ആൾക്കാർ ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ അവരുടെ വാക്കുകളും വാചകങ്ങളുമെല്ലാം വനരോധനമായി പോയെന്നല്ലാതെ വിശുദ്ധ ബൈബിൾ ഇപ്പോഴും അജേയമായി നിൽക്കുന്നുണ്ട്. വിശുദ്ധ ബൈബിളിനെ തച്ചുടയ്ക്കുവാനും അതിൻ്റെ കോപ്പികൾ ഇല്ലാതാക്കുവാനൊക്കെയുള്ള ശ്രമങ്ങൾ എത്രയോ രാഷ്ട്രങ്ങളിൽ നടന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ വെറും വിദ്യകളായി മാത്രം മാറി ഇപ്പോഴും വിശുദ്ധ ബൈബിൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യുന്ന, പ്രസിദ്ധീകരിക്കുന്ന പുസ്തകമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എൻ്റെ അനുവാചകരെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ ചില നാളുകളായി നടത്തിവരുന്ന ചരിത്രവും ബൈബിളും എന്ന പരമ്പരയുടെ 15ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നടക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡുകൾ ശ്രദ്ധിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്തതിന് പ്രത്യേകം നന്ദിയും അറിയിക്കുന്നു. തുടർന്നുള്ള എപ്പിസോഡുകൾ നിങ്ങൾ ശ്രദ്ധിക്കുവാനും വേണ്ടി ഞാൻ ഓർപ്പിക്കുന്നു. ഞാൻ ഇന്ന് പറഞ്ഞ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ എൻ്റെ പ്രമേയം എന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ യുദ്ധവും ചരിത്ര വസ്തുതകളും എന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, അബ്രഹാം എന്ന് പറയുന്ന ഇസ്രയേലിൻ്റെ പൂർവ്വപിതാവ് അല്ലെങ്കിൽ പേട്രിയാർക്ക്, അദ്ദേഹത്തെ വളരെ വ്യത്യസ്തമായ നിലയിൽ കാണുന്ന ഒരു അധ്യായമാണ് ഉൽപ്പത്തി പുസ്തകം 14ാമത്തെ അധ്യായം. ബാക്കി പുസ്തകങ്ങളിലൊന്നും അബ്രഹാമിനെ കുറിച്ച് നമ്മൾക്ക് ചിന്തിക്കുവാനോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാനോ കഴിഞ്ഞിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക പ്രമേയമാണ് നമ്മൾക്ക് 14ാമത്തെ അധ്യായത്തിൽ കാണാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ യുദ്ധവീരനായിട്ടാണ് അബ്രഹാമിനെ കാണുന്നത്. അതുവരെയും ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ രചയിതാവ് അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ ചരിതം എഴുതിയ ആൾ മറച്ചു വച്ചിരിക്കുന്ന ഒരു കാര്യം അവിടെ തുറന്നു കാട്ടുകയാണ്. 318 അഭ്യാസികൾ തൻ്റെ വീട്ടിൽ ജനിച്ചു വളർന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സംഘത്തിൽ ജനിച്ചു വളർന്ന 318 അഭ്യാസികൾ ഉൾപ്പെടെ അവിടെ പ്രദർശിതമാകുകയാണ്. അപ്പോൾ എന്തിനാണ് ദൈവഭക്തനായിരുന്ന അബ്രഹാം ഇങ്ങനെയൊക്കെ കുറെ അഭ്യാസികളെ കൂടെ കൊണ്ട് നടന്നത് എന്ന് ആയിരിക്കാം പലരുടെയും ചിന്ത. നിങ്ങളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അബ്രഹാമിൻ്റെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ വളരെ വിശാലമാണ്. നമ്മൾക്ക് 24ാമത്തെ അധ്യായത്തിൽ അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്കിന് ഒരു വധുവിനെ എടുക്കുവാൻ വേണ്ടി പദ്ദൻഅരാമിലേക്ക് അല്ലെങ്കിൽ ഹാരാനിലേക്ക് എത്തിപ്പെട്ട, അല്ലെങ്കിൽ അബ്രഹാം പറഞ്ഞയച്ച അബ്രഹാമിൻ്റെ ദാസൻ, അബ്രഹാമിനെ കുറിച്ച് പറയുന്ന വിവരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. ദൈവം അദ്ദേഹത്തെ ആടുമാടുകൾ, ഒട്ടക സമൂഹങ്ങൾ, ദാസീദാസന്മാരെയൊക്കെ നൽകി ബഹുസമ്പന്നനാക്കിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വിശാലമായ ഒരു സമ്പത്തുള്ളയാളാണ് അദ്ദേഹം. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഈ ഗ്രൂപ്പിൽ ഏതാണ്ട് 1000കണക്കിന് ആൾക്കാരുണ്ട്. മാത്രം അല്ല, അദ്ദേഹം സഞ്ചരിക്കുന്ന ഒരു രാജാവാണ്. സ്ഥിര ഭരണപ്രദേശവും അതുപോലെ സിംഹാസനവും കിരീടം വയ്ക്കാതെ ഉള്ള ഒരു രാജാവാണ്. മാത്രമല്ല, പുതിയ നിയമത്തിൻ്റെ ആംഗിളിൽ നിന്ന് നിങ്ങൾ പഴയ നിയമത്തെ ആലോചിക്കരുത്. അങ്ങനെ ആലോചിച്ചാൽ നിങ്ങൾ കാര്യം മനസ്സിലാകുകയില്ല. വളരെ വ്യത്യസ്തമായ കുറെ ചിന്തകൾ ആണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അന്നത്തെ കാലത്തെ രീതിയും അന്നത്തെ ഭരണ സംവിധാനങ്ങളും അതുപോലെ രാജവാഴ്ചകളും പ്രഭുക്കന്മാരും ഇടപ്രഭുക്കന്മാരും ഒക്കെയുള്ള ആ കാലത്ത് അവിടെ നിലനിന്ന് പോരേണ്ടതിനും തൻ്റെ സംഘത്തെ സംരക്ഷിക്കേണ്ടതിൻ്റെയും ചുമതല അബ്രഹാമിനുണ്ട്. കാര്യം അബ്രഹാമാണ് ആ ഒരു സംഘത്തിൻ്റെ നേതാവ് എന്ന് പറഞ്ഞു. അപ്പോൾ അബ്രഹാമിൻ്റെ ആ ഒരു സംഘത്തിൽ യുദ്ധവീരന്മാരുണ്ടായിരുന്നു എന്ന് പറയുന്നത് അബ്രഹാമിന് വിശ്വാസക്കുറവായിരുന്നു എന്നോ അല്ലെങ്കിൽ അദ്ദേഹം ദൈവഭക്തനല്ലായിരുന്നു എന്നോ ഒന്നും നിങ്ങൾ വിചാരിക്കരുത്. അപ്പോൾ ദൈവഭക്തനാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് നിങ്ങൾക്ക് 22ാമത്തെ അധ്യായത്തിൽ കാണാം. താന് 60 വർഷം കാത്തിരുന്ന് ലഭിച്ച മകനെ ദൈവത്തിന് യാഗമായി സമർപ്പിക്കുവാൻ പറഞ്ഞപ്പോൾ തിരിച്ചു ചോദ്യം ചെയ്യാതെ ദൈവത്തെ അനുസരിക്കുന്ന, അല്ലെങ്കിൽ എന്തിനാണ് ദൈവം ചോദിച്ചത്, അങ്ങനെ ചെയ്യാൻ ദൈവം പറയുമോ എന്നൊന്നും തർക്കവിതർക്കങ്ങൾ നടത്താതെ അദ്ദേഹം കൊണ്ട് തൻ്റെ മകനെ അർപ്പിക്കുവാൻ പോയ ചരിതം നിങ്ങൾക്ക് ഉൽപ്പത്തി 22ാമത്തെ അധ്യായത്തിൽ അറിയാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഭാഗമെന്ന് പറഞ്ഞാൽ അബ്രഹാം ഭക്തൻ തന്നെയാണ്. പക്ഷേ പഴയ നിയമത്തിൻ്റെ അന്നത്തെ അല്ലെങ്കിൽ ആ പൗരാണിക പൗരസ്ത്യ ദേശത്തെ പഴയ കാലത്തെ ചരിത്രം
നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞു വരുമ്പോൾ കുറേയൊക്കെ മനസ്സിലാവുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് അതും കൂടെ നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് വേണം അബ്രഹാം ഒരു യുദ്ധവീരനായിട്ട് ഇവിടെ പ്രത്യക്ഷപ്പെടുന്ന അല്ലെങ്കിൽ ഇദ്ദേഹത്തെ വരച്ചു കാണിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടത്. ഇനിയും അല്പം കൂടെ മനസ്സിലാകാൻ വേണ്ടി പറയാം. 21-ാമത്തെ അധ്യായത്തിൽ അവിടെയാണ് ഗെരാറിലെ രാജാവായ അബീമലേക്കും അദ്ദേഹത്തിന്റെ സേനാധിപതിയായ പീക്കോലും കൂടെ അങ്ങോട്ട് അബ്രഹാമിനെ വിളിച്ചതല്ല, അബ്രഹാമിന്റെ അടുക്കലേക്ക് വന്നിട്ട് അദ്ദേഹത്തോട് ഉടമ്പടി ചെയ്യുന്ന ഭാഗം നിങ്ങൾക്ക് കാണാം. എന്ന് പറഞ്ഞാൽ ദേശവിശാലമായി കിടക്കുകയാണ്, നിന്നെ ഞങ്ങൾ ഒന്നും ഉപദ്രവിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളോട് ദോഷമൊന്നും പ്രവർത്തിക്കരുത്, ഞങ്ങളുടെ ജനങ്ങളോട് നീ ദോഷമൊന്നും പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് ഇങ്ങോട്ട് വന്ന് ഒരു ഉടമ്പടി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു കരാർ ബന്ധത്തിൽ ഏർപ്പെടുന്ന ഭാഗം നിങ്ങൾക്ക് കാണാം. അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിന്റെ കാലത്തും അങ്ങനത്തെ സംഭവം നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു വലിയ വിശാലമായ ജനവുമായിട്ട് സഞ്ചരിച്ചു പോകുന്ന അബ്രഹാമിനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അദ്ദേഹം വിശ്വാസ വീരനാണെന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. പക്ഷെ അതോടൊപ്പം തന്നെ താൻ സാമൂഹ്യ തലത്തിൽ അല്പം ഉയർന്ന പടിയിൽ നിൽക്കുന്നയാളാണെന്നൊരു ചിന്ത എൻ്റെ കേൾവിക്കാർക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അത് വെച്ച് മാത്രമേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയും അബ്രഹാമിനെ അളക്കുകയും ചെയ്യാവൂ. ഇനിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അബ്രഹാം എന്ന് പറയുന്ന ആ മനുഷ്യൻ യുദ്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന രാജാക്കന്മാരൊന്നും ഐതിഹ്യങ്ങളുള്ളതല്ല, അതെല്ലാം ചരിത്ര പുരുഷന്മാരാണെന്ന സത്യം കേൾവിക്കാരും മറക്കരുത്. ഇനിയും ആ യുദ്ധം നടക്കുന്ന അവസരത്തില് രാജാക്കന്മാരുടെ പേര് അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ രാജാക്കന്മാരിൽ പറയുന്ന അമ്രാഫൽ എന്ന് പറയുന്ന രാജാവ് ബാബിലോണ്യ രാജാവായിരുന്ന ഹമ്മുറാബി ആണ് ചരിത്രകാരന്മാർ കരുതുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറയുന്ന ബൈബിൾ കെട്ടുകഥാ പ്രാധാന്യമുള്ള ഒരു പുസ്തകമല്ല, ഐതിഹ്യമല്ല, മിത്തല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ 5 രാജാക്കന്മാർ 4 രാജാക്കന്മാരുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്നു. പക്ഷേ 4 രാജാക്കന്മാരുടെ സഖ്യം 5 രാജാക്കന്മാരുടെ സഖ്യത്തെ തോൽപ്പിച്ചു എന്നുള്ളതാണ്, യുദ്ധത്തിൽ തോൽപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ 5 രാജാക്കന്മാരുടെ സഖ്യത്തെ 4 രാജാക്കന്മാരുടെ സഖ്യം തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ പ്രബലന്മാർ അവരൊക്കെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ഈ പറയുന്ന 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരെ തോൽപ്പിച്ചിട്ട് അവിടെയുള്ള ജനങ്ങളെയും അതുപോലെ അവിടെയുള്ള സമ്പത്തിനെയും കൊണ്ട് പോകുന്ന ആ ഒരു സമയം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ജയിച്ചു പോയ രാജാക്കന്മാർ അബ്രഹാമിന്റെ സഹോദരപുത്രനും അതുപോലെ തന്റെ അളിയനുമായ ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും മറ്റുള്ളവരോടൊപ്പം പിടിച്ചുകൊണ്ടുപോയി എന്നതാണ് അബ്രഹാം എന്ന് പറയുന്ന ഈ മനുഷ്യനെ ഈ ജയിച്ചുപോയ രാജാക്കന്മാരെ പിന്തുടരുവാൻ വേണ്ടി ഉള്ള പ്രേരണ ഉണ്ടാക്കിയ വസ്തുത. അപ്പോൾ ജയാളികളായി പോകുന്ന 4 രാജാക്കന്മാരുടെ വലിയ സംഘത്തെ അബ്രഹാം മുഖാമുഖമായി പോരാടി ജയിച്ചു എന്ന് ഒരു വേള ചിന്തിക്കുന്നതിന് അല്പം ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ തൻ്റെ സഹോദരപുത്രനും തൻ്റെ അളിയനുമായ ലോത്തിനെയും സംഘത്തെയും കൊണ്ടുപോകുന്ന സൈന്യ വിഭാഗത്തെ മാത്രമായിരിക്കാം ഒരു വേള ചില പഠിതാക്കന്മാരുടെ ചിന്തയനുസരിച്ച് അബ്രഹാമും കൂട്ടരും ഒളിയുദ്ധത്തിൽ കൂടി ആയിരിക്കാം ഒരുപക്ഷെ നേരിട്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ 5 രാജാക്കന്മാരുടെ സഖ്യത്തെ ജയിച്ചു പോകുന്ന 4 രാജാക്കന്മാരുടെ ആ സഖ്യത്തെ അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യനും അദ്ദേഹത്തോട് കൂടെയുള്ള 318 അഭ്യാസികളും ഉപസൈന്യത്തിനും എല്ലാം കൂടി ഇവരെ ജയിച്ചൊടക്കുക ഒരു വേള കഴിയുമായിരുന്നതല്ല. അതുകൊണ്ടാണ് അബ്രഹാമിന്റെ ലക്ഷ്യം അവരെ തോൽപ്പിക്കുക എന്നുള്ളതല്ല, തൻ്റെ സഹോദരപുത്രനും അതുപോലെ തൻ്റെ അളിയനുമായ ലോത്തിനെയും അദ്ദേഹത്തിന്റെ സമ്പത്തിനെയും ഒക്കെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് അബ്രഹാമിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു വലിയ യുദ്ധത്തിൽ അവര് എല്ലാരെയും കൂടെ തോൽപ്പിച്ചു എന്ന് വിചാരിക്കേണ്ട. ഈ ലോത്തിനെയും സംഘത്തെയും അദ്ദേഹത്തിന്റെ സമ്പത്തിനെയും അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെ കൊണ്ടുപോയ ആൾക്കാരെയും പിടിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു സംഘം അല്ലെങ്കിൽ സൈന്യ വിഭാഗത്തെ മാത്രമായിരിക്കാം അബ്രഹാം യുദ്ധത്തിൽ കൂടി ജയിച്ചത് എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത്. അപ്പോൾ യുദ്ധത്തിന് വേണ്ടി ഈ രാജാക്കന്മാരെല്ലാം കൂടെ തിരഞ്ഞെടുത്ത സ്ഥലം എന്ന് പറയുന്നത് സിദ്ദീം താഴ്വരയാണ്. ആ യുദ്ധത്തിൽ സോദോം രാജാവും ഗൊമോറ രാജാവും ഓടിപ്പോയി കീഴ്ക്കുഴിയിൽ വീഴുന്നതായിട്ട് വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി 14-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ കീഴ്ക്കുഴികൾ ഏറെ ഉണ്ടായിരുന്നതായിട്ട് ആണ് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലുള്ള രേഖ എന്ന് പറഞ്ഞു. കീൽ എന്നത് ഉരുകുന്ന ഒരു വസ്തുവാണ്, കത്തുന്ന വസ്തുവാണ്, അതുപോലെ കറുത്ത ടാർ പോലെയുള്ള ഒരു വസ്തുവാണ്.
ഇതെന്താണ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് പെട്രോളിൽ നിന്ന് ലഭിക്കുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ഉപ ഉൽപ്പന്നമാണ്. പിന്നീട് ചാവുകടലായി മാറിയ സോതോമിന്റെയും ഗൊമോറയുടെയും ഇരുഭാഗങ്ങളിലും തെക്കേ അറ്റത്തും കീലിന്റെ വിസ്താരമായ തടങ്ങൾ കാണുവാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വിശുദ്ധ ബൈബിൾ എന്തൊക്കെയോ കെട്ടുകഥ പറഞ്ഞു പോവുകയല്ല. ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ നിങ്ങൾ ഗ്രഹിച്ചാൽ ഇത് കള്ളമല്ല എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമാകും. ഞാൻ ഒന്നുകൂടി പറയാം, വിശുദ്ധ ബൈബിൾ വളരെ ആഴത്തിൽ പഠിക്കേണ്ട ഒരു പുസ്തകമാണ്. മുകൾ പരപ്പിൽ കൂടി പോകുമ്പോൾ എല്ലാം ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിലും നിങ്ങൾ ചരിത്രവും അതുപോലെ ഭൂമിശാസ്ത്രവും എല്ലാം കൂടെ വളരെ സമ്യക്കായിട്ട് നിങ്ങൾ പഠിച്ച് ഇത് മനസ്സിലാക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഏറ്റവും വലിയ പുസ്തകം, ഏറ്റവും നല്ല പുസ്തകം, സത്യപുസ്തകം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ചാവുകടൽ എന്ന പേരിൽ അറിയപ്പെടുന്ന അതിന്റെ ചുറ്റുപാടുകളിലും കീലിന്റെ വിസ്താരമായ തടങ്ങൾ ഉണ്ട് എന്നുള്ളത് ചരിത്ര ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ്. ആധുനിക ഉസ്ദോമലയുടെ അടിയിൽ 150 ഖനയടി അല്ലെങ്കിൽ ചതുരശ്രയടി കീലുള്ളതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ബൈബിൾ എന്തൊക്കെയോ കുറെ കഥകൾ പറയുകയാണ്, ബൈബിളിൽ എന്തൊക്കെയോ അവിശ്വസനീയമായ കുറെ കാര്യങ്ങൾ പറയുകയാണ്, കെട്ടുകഥകൾ കൂട്ടിക്കെട്ടിയതാണ് ബൈബിൾ എന്നൊക്കെ പലരും ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ പലയിടത്തും വിളിച്ചു പറയുമ്പോൾ നാം തിരിച്ചറിയേണ്ട കാര്യം, ബൈബിൾ അങ്ങനെയുള്ള കെട്ടുകഥാ പ്രാധാന്യമായ പുസ്തകമല്ല എന്ന് ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയുന്നു. അതുകൊണ്ട് ചരിത്ര കുതികൾക്കും അതുപോലെ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ താല്പര്യമുള്ളവർക്കും ബൈബിൾ എന്ന് പറയുന്നത് ഒരു അക്ഷയക്കനിയാണ്. ഇനിയും ശ്രദ്ധിക്കണം, ഞാൻ യുദ്ധത്തിന്റെ ഭാഗത്തേക്ക് എത്തുകയാണ്. അന്നത്തെ യുദ്ധ നിയമം അനുസരിച്ച് കൊള്ളമുതൽ എന്ന് പറയുന്നത് ജയിച്ച് അവന്റെ അവകാശമാണ്. അതുകൊണ്ട് സോദോം രാജാവ് അബ്രഹാമിനോട് പറഞ്ഞ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നം അവിടെയുണ്ട്. അന്നത്തെ യുദ്ധ നിയമം അനുസരിച്ച് സമ്പത്ത് നീ എടുത്തോ, എനിക്ക് ആളിനെ തരാൻ വേണ്ടി പറയാനും അവകാശമില്ല. ഈ ആൾക്കാരെ പിടിച്ചുകൊണ്ടുവരുന്ന ആ ജയാളിയുടെ അവകാശമാണ് സമ്പത്തും, അതുപോലെ താൻ ആരെ പിടിച്ചുകൊണ്ട് വരുന്നോ അതൊക്കെ അദ്ദേഹത്തിന്റെ അവകാശത്തിൽപ്പെട്ടതാണ്. പക്ഷെ സോദോം രാജാവ് ഇവിടെ പ്ലീഡ് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ടത്, താൻ രാജാവാണെന്ന് പറയുന്നു, പക്ഷേ യുദ്ധത്തിൽ തോറ്റുപോയി. എന്നാൽ ജനങ്ങളില്ലാതെ എങ്ങനെ രാജാവായിട്ട് ഭരിക്കും? പോട്ട് സമ്പത്ത് പോട്ട് പിന്നെ ഉണ്ടാക്കാം. എന്നാൽ ഈ പറയുന്ന ജനങ്ങളെല്ലാം തനിക്ക് നഷ്ടമായാൽ പിന്നെ താൻ രാജാവാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ അതിന്റെ അർത്ഥം എന്താകും? അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, അബ്രഹാമോട് പറഞ്ഞത്, എനിക്ക് ആളുകളെ വിട്ടുതരിക, സമ്പത്തെല്ലാം നീ എടുത്തോളാൻ പറയുക. നമ്മൾ അവിടെ ശ്രദ്ധിക്കണം, അബ്രഹാം കാണിച്ചത് മണ്ടത്തരമായി പോയി എന്ന് ചിലർക്കൊക്കെ ഈ പുസ്തക വായനയിൽ അല്ലെങ്കിൽ വിശുദ്ധ ബൈബിളിന്റെ രേഖപ്പെടുത്തലിൽ ചിലർക്ക് തോന്നിപ്പോകാം. പക്ഷേ നിങ്ങൾ അബ്രഹാം പറയുന്ന ഭാഗം ശ്രദ്ധിക്കണം. സോദോം രാജാവ് അബ്രഹാമിനെ സമ്പന്നനാക്കി എന്ന് പറയാതിരിപ്പാൻ, ഞാനൊരു ചരടാകട്ടെ ചെരുപ്പുവാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കുകയില്ല എന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് അബ്രഹാം ഇങ്ങനെ പറയുവാനുള്ള കാരണം? അബ്രഹാമിന്റെ നാണക്കേടിൽ നിന്നാണോ ഇത് വന്നത്? അല്ല. പക്ഷേ ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാൻ ആഗ്രഹിച്ച അബ്രഹാം, കാര്യം ദൈവമാണ് അബ്രഹാമിനെ സമ്പന്നനാക്കാമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് സോദോം രാജാവ് എന്നെ സമ്പന്നനാക്കി എന്ന് പറയാതിരിക്കുവാൻ വേണ്ടി ഏറ്റവും താഴേക്കുള്ള വില കുറഞ്ഞ കാര്യങ്ങൾ പറയുകയാണ്. ഒരു ചരടാവട്ടെ ചെരുപ്പിന്റെ വാറ്, ചെരുപ്പിന്റെ വാർ എന്ന് പറഞ്ഞാൽ കോവാഡീസ് ചെരുപ്പ്, പുറകിൽ കെട്ടുള്ള ചെരുപ്പ്, അതിന്റെ പുറകിലുള്ള ആ ഒരു വള്ളി, അതാണ് ചെരുപ്പിന്റെ വാറ്. അത് എന്ന് പറഞ്ഞ് ഏറ്റവും താഴേക്ക് ഇടയിലേക്ക് സംവദിച്ചു പോകുന്ന ഒരു ആശയമാണ്. അപ്പോൾ അതുപോലും വില കുറഞ്ഞ, അതുപോലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനും വേണ്ടി അദ്ദേഹം നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അക്കാലങ്ങളിലെ രാജാക്കന്മാർ എന്ന് പറയുന്നത് ഗോത്രത്തലവന്മാരെ പ്രഭുക്കന്മാരാണ് എന്ന് പറഞ്ഞ പഴയ കാലത്ത്, ഇപ്പോൾ ആധുനിക രീതിയിൽ അതിന് അർത്ഥങ്ങളൊക്കെ മാറിയെങ്കിലും പഴയ കാലത്ത് അറേബ്യൻ ഭാഗങ്ങളിൽ ഷെയ്ഖുമാരുണ്ടായിരുന്നു. ആ ഷെയ്ഖ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ദുബായ് ഷെയ്ഖ് എന്ന് പറയുന്ന പോലെയുള്ള ഷെയ്ഖ് അല്ല. അവിടെയുള്ള ഗോത്രങ്ങളുടെ തലവന്മാരാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രഭുക്കന്മാരാണ് ഷെയ്ഖ് എന്ന് പറയുന്നത്. പിന്നീട് കാലഘട്ടങ്ങൾ മാറി, അപ്പോൾ അതിന്റെ രീതികൾക്ക് വ്യത്യാസം വന്നു എന്നുള്ളതാണ് നിങ്ങൾ അറിയേണ്ടത്. അപ്പോൾ അങ്ങനെ രീതികൾക്കൊക്കെ വ്യത്യാസം വന്നു കഴിഞ്ഞപ്പോഴാണ് ആ ഗോത്രത്തലവന്മാരൊക്കെ ഒരു വേള
അവര് രാജ സംവിധാനത്തിലേക്ക് വരികയും അവര് ദുബായിയുടെ ഷെയ്ഖും അല്ലെങ്കിൽ മറ്റ് അങ്ങനെയുള്ള അറേബ്യൻ കൺട്രികളുടെ ഷെയ്ഖുമാരും സുൽത്താൻമാരും ഒക്കെയായി മാറിയ സംഭവം എന്ന് പറഞ്ഞു. ഞാൻ അവരെ അവമതിക്കുകയല്ല, അതാണ് ചരിത്രം. നിങ്ങൾക്ക് ഒത്തിരി പഴയ കാലങ്ങളിലേക്ക് പോകണ്ട. ഏതാണ്ട് 1965 1960 കാലത്തേക്ക് ഒക്കെ പോയാൽ ഞാൻ ഈ പറയുന്ന വസ്തുതകൾ സത്യമാണെന്ന് ഒരു വേള നിങ്ങൾക്ക് മനസ്സിലാകുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ പുറകിലേക്ക് ഒന്ന് ഈ അറേബ്യൻ രാജ്യങ്ങളും അതുപോലെ അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന മധ്യപൂർവേഷ്യ ആ പറയുന്ന സ്ഥലങ്ങളിലുമൊക്കെയുള്ള സംവിധാനങ്ങൾ നിങ്ങൾ ഓർത്താൽ ടെട്രാർക്കന്മാരാണ്, അല്ലെങ്കിൽ ആ സ്ഥലത്തെ ഭരിക്കുന്ന ഇടപ്രഭുക്കന്മാരൊക്കെ എന്നുള്ള ആ ഒരു പദ്ധതികളൊക്കെ കഴിഞ്ഞ കാലങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ വിശദീകരണം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അബ്രഹാമും ഈ പറയുന്ന സ്ഥിരവാസമില്ലാത്ത ഒരു രാജാവായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങളുടെ മനോമണ്ഡലത്തിലിരിക്കണം. ഇനിയും ശ്രദ്ധിക്കേണ്ട ഭാഗം, അബ്രഹാം എന്ന് പറയുന്ന ആ മനുഷ്യൻ ഈ സോദോമിലെ ജനങ്ങളെയും അതുപോലെ അവരുടെ സമ്പത്തിനെയും ലോത്തിനെയും കുടുംബത്തെയും അവന്റെ സമ്പത്തിനെയും ഒക്കെ യുദ്ധം ചെയ്ത് പിടിച്ചുകൊണ്ടുപോയ രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് തിരികെ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തെ എതിരേൽക്കുവാൻ വേണ്ടി എത്തിയ ഒരാൾ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അതാണ് മൽക്കീസദേക്ക് എന്ന് പറയുന്ന രാജാവിന്റെ കാര്യം. അപ്പോൾ വർഷങ്ങളായിട്ടും പതിറ്റാണ്ടുകളായിട്ടും മൽക്കീസദേക്ക് ആര് എന്നുള്ളൊരു ചോദ്യം പലരുടെയും മനസ്സിലുണ്ട്. വളരെ എളുപ്പത്തിൽ ചിലർ ഉപശാന്തി കണ്ടെത്തുവാനും ഒരു ശ്രമം നടത്തിയിട്ടുമുണ്ട്. ഞാൻ അവരെയും ഒന്നും അവമതിക്കുന്നില്ല. അവരുടെ വീക്ഷണത്തിൽ ഒരു വേള അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ ഈ പറയുന്ന മൽക്കീസദേക്ക് ആരാണ്? അതായത് വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ ആണ് ആദ്യമായി മൽക്കീസദേക്ക് എന്ന് പറയുന്ന ഒരു പേര് കാണുന്നത്, ആ വ്യക്തിയെ കാണുന്നത്. അപ്പോൾ അത് ആരാണ് എന്നുള്ള സംശയവും നമ്മുടെ മനസ്സിൽ ഒരു വേള വിശുദ്ധ ബൈബിളിന്റെ വായനക്കാർക്കുണ്ടായിരിക്കാം. ഇനിയും ശ്രദ്ധിക്കണം, 110-ാമത്തെ സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നീ മൽക്കീസദേക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു. അപ്പോൾ രണ്ടാമത് മൽക്കീസദേക്ക് എന്ന് പറയുന്ന പേര് പ്രദർശിതമാകുന്നത് അല്ലെങ്കിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് സങ്കീർത്തനം 110-ലാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ആരാണ് എന്നുള്ള ഒരു ചോദ്യം നമ്മളുടെ മനസ്സിൽ ഉണ്ടായിരിക്കാം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അപ്പോൾ ആരാണ് സത്യത്തിൽ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈ മൽക്കീസദേക്ക്? ഇതൊരു ഇമേജറി ക്യാരക്ടറാണോ എന്നൊരു ചോദ്യം പലരുടെയും മനസ്സിലുണ്ടാകാം. അപ്പോൾ ഇത് അന്നുണ്ടായിരുന്ന ഒരു ജാതീയ രാജാവായിരുന്നെന്ന് ഒക്കെയാണ് ചിലർ വളരെ എളുപ്പത്തിൽ ഇതിന് ഉപശാന്തി കണ്ടെത്തിയിരിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഞാൻ അവരെ അവമതിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവരുടെ ആ നോട്ടത്തിൽ അത് ഒരു വേള സത്യമായിരിക്കും. പക്ഷേ നമ്മളതിന്റെ സത്യങ്ങളിലേക്ക് ഒന്ന് നടന്നു കയറുമ്പോൾ മാത്രമേ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഇനിയും ശ്രദ്ധിക്കണം, അങ്ങനെ അന്നുണ്ടായിരുന്ന ഒരു വിജാതീയ രാജാവായിരുന്നു ഈ മൽക്കീസദേക്കെങ്കിൽ യുദ്ധത്തിൽ ജയിച്ചു വന്ന അബ്രഹാം, ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാം, ദൈവത്തിന്റെ വെളിപ്പാടുകൾ കിട്ടിയ അബ്രഹാം ദശാംശം കൊടുക്കുമോ എന്നൊരു ചോദ്യമാണ് ആദ്യം ഞാൻ ഇവിടെ ഒന്ന് ചോദിച്ചു തുടങ്ങുന്നത്. നിങ്ങൾ ദശാംശം കൊടുത്ത ഭാഗത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിലും എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ സോദോം രാജാവ് എന്ന് അവിടെ പറയുന്നുണ്ട്. സോദോം രാജാവ് എന്ന് പറഞ്ഞതിന് ശേഷം ഉടൻ തന്നെ ശാലേം രാജാവ് എന്ന് പറയുന്നതിനാൽ രണ്ടും ഒന്നാണെന്നുള്ള ധാരണ വായനക്കാർക്ക് ഒരു പക്ഷേ പൊടുന്നനെ അവരുടെ മനസ്സിൽ ഉണ്ടാകുമെന്നുള്ളത് ഒരു ചെറിയ ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെയായിരിക്കാം ഈ സോദോം രാജാവ്, ശാലേം രാജാവ് എന്നൊക്കെയുള്ള ആ പേരുകൾ അടുപ്പിച്ചടുപ്പിച്ച് വരുമ്പോൾ വായനക്കാരുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു ബിംബം ഉണ്ടാക്കി വന്നത്. ഇനിയും ശ്രദ്ധിക്കണം, എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൽ വിശുദ്ധനായ അപ്പോസ്തലൻ പൗലോസ് ഈ പറയുന്ന മൽക്കീസദേക്കിനെ കുറിച്ച് ഉള്ള വിവരണങ്ങളും യാഥാർത്ഥ്യങ്ങളും വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. എബ്രായർ 7-ാം അധ്യായത്തിൽ ആണ് നമ്മൾ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. ഞാൻ ആ വേദഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. എബ്രായ ലേഖനം 7-ാം അധ്യായം 7-ാമത്തെ വാക്യം മുതൽ 10-ാമത്തെ വാക്യം വരെ. ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നതിന് തർക്കം ഏതുമില്ലല്ലോ. ഇവിടെ മരിക്കുന്ന മനുഷ്യൻ ദശാംശം വാങ്ങും, അവിടെയോ ജീവിച്ചിരിക്കുന്നു എന്ന സാക്ഷ്യം പ്രാപിച്ചവൻ തന്നെ. ദശാംശം വാങ്ങുന്ന ലേവിയും അബ്രഹാം മുഖാന്തരം ദശാംശം കൊടുത്തിരിക്കുന്നു എന്ന് ഒരു വിധത്തിൽ പറയാം. അവന്റെ പിതാവിനെ മൽക്കീസദേക്ക് എതിരേറ്റപ്പോൾ
ലേവി അവന്റെ കടിപ്രദേശത്ത് ഉണ്ടായിരുന്നുവല്ലോ. നിങ്ങൾ ഈ വാക്യം വളരെ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി പോകണം. എന്ന് പറഞ്ഞാൽ എബ്രായ ലേഖനത്തിൽ പൗലോസ് വെറുതെ ഒരു ചിന്ത പങ്കുവെക്കുകയല്ല. ഞാൻ പറഞ്ഞ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം കഴിഞ്ഞാൽ മൽക്കീസദേക്ക് എന്ന് പറഞ്ഞ പേര് സൈലന്റ് ആണ്. പിന്നീട് ഏതാണ്ട് എത്തുന്നത് സങ്കീർത്തനങ്ങൾ 110-ലാണ്. പിന്നീട് മൽക്കീസദേക്കിനെ കുറിച്ചുള്ള ചർച്ച നടക്കുന്നത് വിശദാംശങ്ങൾ അല്ലെങ്കിൽ പൗലോസിന്റെ എഴുത്തിന്റെ രൂപം നിങ്ങൾക്കറിയാമായിരിക്കുക. ഒരു ചിന്ത ആൾക്കാരുടെ മനസ്സിലേക്ക് വലിച്ചെറിയുന്നു. അത് വളരെ വിശദമായിട്ട് അദ്ദേഹം ചർച്ച ചെയ്ത് അല്ലെങ്കിൽ ഒരു തർക്ക വിതർക്ക രീതിയിൽ അല്ലെങ്കിൽ ചർച്ചാ രൂപത്തിൽ ഡിസ്കഷൻ പരുവത്തിലാണ് പൗലോസ് രേഖപ്പെടുന്നത്. അതിനെക്കുറിച്ചും വേദശാസ്ത്രന്മാർ പറയുന്നത് താൻ പഠിച്ച താർസസ് യൂണിവേഴ്സിറ്റിയിൽ ഉള്ള പഠിപ്പീരേണ്ട രീതിയായിരുന്നു എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് പൗലോസ്ലീഹ ജനങ്ങളുടെ മനസ്സിലേക്ക് താൻ കൊടുക്കുന്ന ചിന്തകൾ കടന്നു കയറുവാൻ വേണ്ടി താൻ അഭ്യസിച്ചു വന്ന അല്ലെങ്കിൽ തനിക്ക് മനസ്സിലായിരുന്ന അല്ലെങ്കിൽ താന് എഡ്യൂക്കേഷൻ നടത്തിയിരുന്ന ആ ടാർസസ് യൂണിവേഴ്സിറ്റിയിലെ സിസ്റ്റം തന്നെ അദ്ദേഹം അതിനുപയോഗിച്ചു എന്ന് പറയുന്നത് തെറ്റില്ല. അതുകൊണ്ട് പൗലോസിന്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ ഗ്രഹിക്കുവാൻ നമ്മൾക്ക് എളുപ്പമാണ്. ആദ്യ വായനയിൽ ഒരുപക്ഷെ തുടക്കത്തിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വന്നാലും അതിന്റെ ചർച്ചകൾ നടത്തി വിശദാംശങ്ങൾ പറയുന്ന രീതി പൗലോസിനുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഭാഗം ശ്രദ്ധിക്കേണ്ടത് വളരെ രസാവഹമാണ്. എന്ന് പറഞ്ഞാൽ ഉയർന്നവനാണ് താണവനെ അനുഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അബ്രഹാം എന്ന് പറഞ്ഞ ടെട്രാർക്കാണെന്നോ അല്ലെങ്കിൽ അന്നത്തെ ഒരു രാജാവാണെന്നോ ഒക്കെ ഞാൻ പറഞ്ഞപ്പോൾ ആ മനുഷ്യനെ അനുഗ്രഹിക്കണമെങ്കിൽ അവനേക്കാളും ഉയർന്നവനായിരിക്കണം എന്നത് ആണ് ശരി. അപ്പോൾ അത് ഇക്കാലത്തും അതൊക്കെ തന്നെയാണ് നടക്കുന്നത്. ഇനിയും ഇവിടെ മരിക്കുന്ന മനുഷ്യൻ ദശാംശം വാങ്ങുന്നു. ആരാണ് മരിക്കുന്ന മനുഷ്യൻ? ഈ പറയുന്ന അബ്രഹാമിന്റെ തലമുറകളായി മാറിയ ഇസ്രായേലിൽ അവരുടെ പൗരോഹിത്യം ദൈവം ഏൽപ്പിച്ചത് ലേവി കുടുംബത്തിനാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ലേവിക്കാണ് ദശാംശം വാങ്ങുവാൻ അധികാരം, അല്ലെങ്കിൽ ടൈത്ത് 10 വാങ്ങുവാൻ, ഇൻകത്തിന്റെ 10 വാങ്ങുവാനുള്ള അവകാശം അവർക്കാണ്. അങ്ങനെ ടൈത്ത് വാങ്ങുന്ന അവർ, ആ വാങ്ങിയ ലേവി പുരോഹിതന്മാർ അല്ലെങ്കിൽ മഹാപുരോഹിതൻ, പുരോഹിത വർഗം, ലേവി ഗോത്രത്തിലെ ആൾക്കാർ ഒക്കെ അവര് മരിച്ചു പോകുന്നവരാണ്. അവരെന്നേക്കും ജീവിച്ചിരിക്കുന്നവരല്ല. പക്ഷേ പൗലോസോടെ പറയുകയാണ്, അവിടെയോ എവിടെയാ അബ്രഹാം എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ആ 14-ാമത്തെ അധ്യായത്തിലെ വിവരണത്തിൽ അവിടെയോ ജീവിച്ചിരിക്കുന്നു എന്ന സാക്ഷ്യം പറഞ്ഞവൻ തന്നെ ആണ് ദശാംശം വാങ്ങുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, അതിന്റെ അർത്ഥം ശാലേം എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിൽ ആ ഒരു സ്ഥലത്തെ രാജാവായിരുന്നു എന്ന ഉള്ള പ്രഖ്യാപനം, ഒരു വിജാതീയ രാജാവായിരുന്നു എന്നുള്ള പ്രഖ്യാപനമാണ് ചിലർ കേട്ടിട്ടുള്ളതെങ്കിൽ അല്ലെങ്കിൽ ചിലർ വ്യാഖ്യാനിച്ചിട്ടുള്ളതെങ്കിൽ. പൗലോസ് പറയുന്നു, അങ്ങനെ ഉള്ള ഒരു വിജാതീയ രാജാവ് മരിച്ചു പോകും. അദ്ദേഹം സ്ഥിരമായിട്ട് ജീവിക്കുകയില്ല, ചിരഞ്ജീവിയൊന്നുമല്ല. എന്നാൽ ജീവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നു എന്ന സാക്ഷ്യം പ്രാപിച്ചവനാണ് അബ്രഹാമിന്റെ കയ്യിൽ ദശാംശം വാങ്ങിയെന്ന് ഓർക്കണം. ഇനി അബ്രഹാം ഒരു സാധാരണ മനുഷ്യനോ ഒരു ജാതീയ രാജാവിന് ദശാംശം കൊടുക്കുകയില്ല. അതിന്റെ കാരണം അബ്രഹാം ദൈവത്തിന്റെ വെളിപ്പാട് കണ്ട് കർത്താവിനെ പിൻഗമിച്ചയാളാണ്. മാത്രമല്ല അബ്രഹാമിന്റെ ചരിത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ എല്ലാ അധ്യായത്തിലും അബ്രഹാമിന്റെ കൂടാരത്തിലെ സ്ഥിരം സന്ദർശകനായിരുന്നു ദൈവം. അങ്ങനെയുള്ള അബ്രഹാം ഒരു സാധാരണ വിജാതീയ രാജാവിന് ദശാംശം കൊടുക്കുമോ? കൊടുക്കില്ല. അപ്പോൾ മനസ്സിലാക്കണം, അബ്രഹാം കൊടുത്തത് ഏറ്റവും ഔന്നത്യമുള്ള ഒരാൾക്കാണ്. അത് വായിക്കുന്ന ഭാഗം ഞാൻ ഒന്നുകൂടെ ആ ദശാംശത്തെ കുറിച്ച് പറയാം. ദശാംശം വാങ്ങുന്ന ലേവിയും അബ്രഹാം മുഖാന്തരം ദശാംശം കൊടുത്തിരിക്കുന്നു എന്ന് ഒരു വിധത്തിൽ പറയാം. എന്താണ് ഈ പൗലോസ് പറഞ്ഞു വെക്കുന്നത്? താഴെ പറയുന്നു, അവന്റെ പിതാവിനെ അല്ലെങ്കിൽ അബ്രഹാമിനെ മൽക്കീസദേക്ക് എതിരേറ്റപ്പോൾ ലേവി അവന്റെ കടിപ്രദേശത്തുണ്ടായിരുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ ജീൻ വഴി അറിയാമായിരിക്കുമല്ലോ. ക്രോമസോമിൽ ഉള്ള 46 ക്രോമസോമിൽ ഒരു ക്രോമസോമിൽ തന്നെ ഏതാണ്ട് 1000 മുതൽ 3000 വരെ ജീനുകൾ വരും. അതാണ് പാരമ്പര്യവാഹകർ. അപ്പോൾ ജീൻ വഴി ഈ പറയുന്ന ലേവി എന്ന പിന്നീട് വിളിപ്പേരുണ്ടായ യാക്കോബിന്റെ മകനും അവന്റെ തലമുറകളും അവരാണ് ദശാംശം വാങ്ങുവാൻ ഇതാ ദൈവം അംഗീകാരം കൊടുത്തത്. അപ്പോൾ അവരും ദശാംശം വാങ്ങുന്ന ലേവി ദശാംശം അബ്രഹാം വഴി ഈ പറയുന്ന ജീൻ വഴി അല്ലെങ്കിൽ പാരമ്പര്യവാഹകർ എന്ന് പറയുന്ന അതുവഴി ദശാംശം മൽക്കീസദേക്കിന് കൊടുത്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അതിന്റെ അർത്ഥം അല്പം വിശാലമാണ്.
എന്ന് പറഞ്ഞ ഒരു സാധാരണ ഒരു രാജാവിന് കൊടുത്തു എന്നല്ല, അത് ദൈവത്തിന് തന്നെ കൊടുത്തു എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഇനിയും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, യെശയ്യാ പ്രവചനം 9-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം എന്ന് ഗ്രഹിക്കും നല്ലതാണ്. അവന്റെ പേരിന് ആദ്യം എബ്രായ ലേഖനം 7-ന്റെ 2-ാമത്തെ വാക്യം, അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവ് എന്നും അർത്ഥം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ശാലേം എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം സമാധാനമെന്നാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവെന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്ഥലത്തിന്റെ രാജാവെന്നല്ല അവിടുത്തെ അർത്ഥം പറയുന്നത്, സമാധാനത്തിന്റെ രാജാവെന്ന അർത്ഥം എന്ന് പൗലോസ് വളരെ കൃത്യമായിട്ട് എബ്രായ ലേഖനം 7-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ കുറിക്കുമ്പോൾ നാം തിരിച്ചറിയേണ്ടത്, ഈ പറയുന്ന മൽക്കീസേദെക്ക് അന്നുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു പ്രവിശ്യയുടെ ഒരു വിജാതീയ രാജാവല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിന്റെ ഭൂമിയിലെ ഒരു ചെറിയ സ്ഥല വിന്യാസമോ ആ തട്ടകമോ ഒന്നുമല്ല ഇവിടെ പറയുന്നത്, സമാധാനത്തിന്റെ രാജാവ് എന്ന് പറയുന്ന ആ അർത്ഥമാണ് പറയുന്നത്. ഇനിയും യെശയ്യാ പ്രവചനം 9-ന്റെ 6-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം, അവൻ അത്ഭുതം, മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം, അവിടെ പറയുകയാണ് യേശുവിനെ കുറിച്ചുള്ള വർണ്ണനയാണ് അവിടെ വിവരിക്കുന്നത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവന്റെ പേര് സമാധാന പ്രഭു, അല്ലെങ്കിൽ ശാലേം രാജാവ്, അല്ലെങ്കിൽ പ്രിൻസ് ഓഫ് ശാലേം എന്ന് പറയുന്ന ആ ഒരു സംവിധാനം നിങ്ങളുടെ മനസ്സിൽ കയറിയാൽ, ഈ പറയുന്നത് മൽക്കീസേദെക്ക് എന്ന് പറയുന്നത് അബ്രഹാമിന്റെ ഈ ജീവിതയാത്രയിൽ ധാരാളം ആവർത്തി ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആ പ്രത്യക്ഷപ്പെടലിന്റെ മറ്റൊരു ഫോമിലുള്ള ഒരു പ്രത്യക്ഷപ്പെടൽ ഇന്ന് മനസ്സിലാകുവാൻ വേണ്ടി ഞാൻ താഴോട്ട് വരുമ്പോൾ ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കുക. ഇനി ശ്രദ്ധിക്കണം, എബ്രായ ലേഖനം 7-ന്റെ 3-ാമത്തെ വാക്യം വളരെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല, അവൻ ദൈവത്തിന് തുല്യനായി എന്നേക്ക് പുരോഹിതനായിരിക്കുന്നു. കേൾവിക്കാരോട് ഞാനൊരു ചോദ്യം അങ്ങോട്ട് എറിയുന്നു. ഇതാണ് പിതാവില്ലാത്ത ഒരാൾ, മാതാവില്ലാത്ത ഒരാൾ, വംശാവലി ഇല്ലാത്ത ഒരാൾ, ജീവിതത്തിന്റെ ആരംഭമോ ജീവിതത്തിന്റെ അവസാനവും ഇല്ലാത്ത ഒരാൾ ഉണ്ടെങ്കിൽ അതാരാണ്? ദൈവമല്ലേ. അപ്പൊ പിന്നെ ഇത് അന്നുണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്ന ചെറിയ ഒരു നാട്ടുരാജ്യത്തിന്റെ രാജാവായിരുന്നു മൽക്കീസേദെക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അത് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. കാര്യം അങ്ങനത്തെ ഒരു മനുഷ്യനില്ല, അങ്ങനത്തെ ജീവാരംഭമോ ജീവാവസാനവും ഇല്ലാത്ത, പിതാവും മാതാവും ഇല്ലാത്ത, വംശാവലി ഇല്ലാത്ത ഒരാളുണ്ടെങ്കിൽ അദ്ദേഹം ദൈവമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, എബ്രായ ലേഖനത്തിൽ 7-ന്റെ 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് അവൻ ദൈവത്തിന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ അവിടെ കുറിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കണം, ഇത് ഒരു സാധാരണ വ്യക്തിയെ കുറിച്ചുള്ള ഒരു രേഖപ്പെടുത്തലല്ല നമ്മളിവിടെ കാണുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് സാധാരണ വ്യക്തിയാണെന്നിരിക്കട്ടെ, ഇങ്ങനത്തെ ഒരു കണ്ടീഷനിലുള്ള ജീവാരംഭവും ജീവാവസാനവും ഇല്ല, പിതാവും ഇല്ല, മാതാവും ഇല്ല, വംശാവലിയും ഇല്ലാത്ത ഒരാളാണെന്നിരിക്കട്ടെ എങ്കിൽ ഇങ്ങനെയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ പറയേണ്ടത്, പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവ്, അധികം മൽക്കീസേദെക്ക് എന്ന് പറഞ്ഞ് ചതുർത്ഥം എന്നൊക്കെ വേണമെങ്കിൽ തൃത്വം മാറ്റി ചതുർത്ഥം എന്നൊക്കെ പറഞ്ഞ കാര്യം അദ്ദേഹത്തെ അതിനകത്ത് കൂട്ടിയോക്കുള്ള കാര്യം, ജീവാരംഭവും ജീവാവസാനവും ഇല്ല, പിതാവില്ല, മാതാവില്ല, വംശാവലി ഇല്ല, അങ്ങനെ ഒരാൾ പിന്നെ ദൈവമല്ലാതെ മറ്റാരാണാകുന്നത്? അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ചിന്തയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ആരാണ് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇനിയും ശരിയായിട്ട് മനസ്സിലാവുന്ന ഭാഷയിൽ മൽക്കീസേദെക്ക് എന്നത് മറ്റൊരാളല്ല, അബ്രഹാമിന് പല പ്രാവശ്യം പ്രത്യക്ഷീഭവിച്ച ദൈവം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ അറിയാമല്ലോ, മനുഷ്യന്റെ രൂപത്തിൽ തന്നെ അബ്രഹാമിന്റെ അടുക്കൽ വരുന്ന മമ്രയുടെ തോപ്പിൽ അദ്ദേഹം താമസിക്കുമ്പോൾ എത്തുന്ന ഭാഗം നമ്മൾക്കറിയാം. അങ്ങനെ വന്നാൽ ഇത് ആരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല. 110-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്തത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്ത് ഭാഗത്തിരിക്കുക എന്ന് പറഞ്ഞാൽ യേശു ആ വാക്യമെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. കർത്താവ് എന്റെ കർത്താവിനോട് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം, പിതാവാം ദൈവം പുത്രനാം, അല്ലെങ്കിൽ പിതാവായ കർത്താവ് പുത്രനായ കർത്താവിനോട് പറയുന്ന ആ ഭാഗമാണ്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്ത് ഭാഗത്തിരിക്കുക. അപ്പോൾ ശ്രദ്ധിക്കണം, ഇത് യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ ദൈവ പ്രത്യക്ഷതയെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മൽക്കീസേദെക്ക് എന്ന് പറയുന്ന ആൾ
ഒരു രാജകോലത്തിൽ അവിടെ പ്രത്യക്ഷപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നും കൂടെ ഞാൻ പറയാം. അബ്രഹാം ഒരു യുദ്ധം കഴിഞ്ഞ് വരികയാണ്, യുദ്ധവീരനായിട്ട് വരികയാണ്, ജയാളിയായിട്ട് വരികയാണ്. അതുകൊണ്ട് അതേ രീതിയിൽ രാജകോലത്തിൽ തന്നെ ദൈവം അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു സംഭവമാണ് നമ്മൾക്ക് മൽക്കീസദേക്കിൽ കൂടി ഉൽപ്പത്തി പുസ്തകം 14 അധ്യായത്തിൽ ഗ്രഹിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ബൈബിൾ വളരെ വിശദമായിട്ട് അതിന്റെ എല്ലാ അർത്ഥങ്ങളിലും നിങ്ങൾ പഠിക്കുവാനും ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ മാത്രമേ ബൈബിളിന്റെ ഉൾക്കാമ്പ് നമ്മൾ തിരിച്ചറിയുവാൻ വേണ്ടി കഴിയത്തുള്ളൂ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ കേൾവിക്കാർക്ക് ദൈവം അനുഗ്രഹങ്ങൾ നൽകട്ടെ. നിങ്ങൾ തുടർന്നുള്ള എപ്പിസോഡുകളും കാണുവാനും ദൈവത്തിന്റെ വചനമായ വിശുദ്ധ ബൈബിൾ അല്പം കൂടെ മനസ്സിരുത്തി പഠിക്കുവാനും നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുതിർന്നു. അടുത്ത ഒരു ഭാഗവുമായിട്ട് അടുത്ത എപ്പിസോഡിൽ ഞാൻ നിങ്ങളുടെ മുൻപിലെത്തും. സർവശക്തനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.